രാജ്യത്ത് വലിയ രീതിയിൽ ഒരു സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നിലവിൽ തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനായി അവർ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതെല്ലാം കൃത്യമായി തന്നെ നമ്മുടെ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഇന്ത്യൻ സൈന്യവും അതിനെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുമുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ISIയുടെ ഒത്താശയോടെ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒളിക്യാമറകൾ സ്ഥാപിക്കുകയും വിവരങ്ങളൊക്കെ ചോർത്താനുള്ള ഒരു നീക്കം നടത്തിയത്. അതായത് വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിൽ ഒരു നീക്കം നടത്തിയത്. അതിൽ ഈ ഏജൻസികളായിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെയും അതോടൊപ്പം തന്നെ ഈ ക്യാമറമാനെയും ഉൾപ്പെടെയുള്ള കുറച്ച് വ്യക്തികളെ, അതായത് കുറച്ച് കുട്ടികളെ അടക്കം ഡൽഹി പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് യുവജനങ്ങളെ ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. അതുവഴിയാണ് ഡൽഹിയിൽ പ്രധാന സ്ഥലങ്ങളിലടക്കം ഈ തൂണുകളിലടക്കം ചുവരുകളിലടക്കം ഇതുപോലെ ഒളിക്യാമറകൾ സ്ഥാപിച്ചുവെന്ന് അവർ പോലീസിനോട് മൊഴി നൽകിയത്. അതുവഴി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, അതിനുശേഷം ഒരു ഭീകരാക്രമണം ഡൽഹിയിൽ നടത്തുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ അതെല്ലാം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം തകർത്തു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന 2 ഭീകരർ ഇപ്പോൾ ഡൽഹിയിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ISI പ്രവർത്തകനായ ഷഹനാസ് ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച മധ്യപ്രദേശിലെ ഗ്വാളിയർ സ്വദേശികളായ രാജ്വീർ, വിവേക് ബജാർ എന്നിവരെയാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ അറസ്റ്റ് ചെയ്തത്. ഡൽഹി NCR മേഖലയിൽ വെടിവെപ്പ്, ഗ്രനേഡ് ആക്രമണം, കൊലപാതകങ്ങൾ എന്നിവ നടത്താനുള്ള ക്രിമിനൽ ഗൂഢാലോചനയിൽ പ്രതികൾ ഉൾപ്പെട്ടിരുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 6 പിസ്റ്റലും 6 ലൈവ് കാർട്രിഡ്ജുകളും പ്രതിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടത്തിയ വീഡിയോകളും വോയിസ് നോട്ടുകളും അടങ്ങിയ 2 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ISIയുമായി ബന്ധമുള്ള മറ്റ് ഹാൻഡിലർമാർക്കൊപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും ഡൽഹി NCRൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾക്കായി അവരെ വിന്യസിക്കുകയും ചെയ്തിരുന്നതായാണ് പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പ്രവീൺ കുമാർ ത്രിപാഠി പറഞ്ഞത്. ഷഹനാദ് ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി NCRലെ ഒരു പ്രമുഖ ഹോട്ടൽ ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്ന സമയത്താണ് രാജ്വീരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനാൽ വലിയൊരു ആക്രമണം തടയാൻ പോലീസിന് സാധിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർച്ച് 31-ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഏപ്രിൽ 16-ന് ഗ്വാളിയറിലെ ദാബരിയിൽ നിന്ന് വിവേക് ബജാരയെ ആദ്യം പിടികൂടി. തന്റെ ചോദ്യം ചെയ്യലിൽ, അതായത് വിവേകിനെ ചോദ്യം ചെയ്യുന്ന ഇടയിലാണ് തന്റെ കൂട്ടാളിയായ രാജ്വീരിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 18-ന് ഡൽഹിയിലെ സറായ് ഖാൻ പ്രദേശത്ത് നിന്നും രൺവീറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഗ്വാളിയർ ജില്ലയിലെ ദാബരി നിവാസി രാജ്വീർ സോഷ്യൽ മീഡിയ വഴി ഭട്ടിയുടെ നെറ്റ്വർക്കുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നുവെന്നും ഒരു യുവ റിക്രൂട്ട്മെന്റ് ഏജന്റാണ് പ്രതികളുടെ പ്രൊഫൈലുകളും അതോടൊപ്പം തന്നെ പ്രതികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജിൻസികളെയും അതോടൊപ്പം തന്നെ ഈ പണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞത്. ഏപ്രിൽ 9-ന് ഇരുവരും അമൃത്സറിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു പിസ്റ്റലും അതോടൊപ്പം തന്നെ 15 മുതൽ 20 വെടിയുണ്ടകളും 20,000 രൂപയും അവർക്ക് ലഭിച്ചു. ഏപ്രിൽ 11-ന് ആക്രമണം നടത്താനാണ് പദ്ധതിയിട്ടത്. തുടർന്ന് വെടിവെക്കാൻ ശ്രമിച്ചുവെങ്കിലും തോക്കിലെ മെക്കാനിക്കൽ തകരാർ കാരണം ആക്രമണം പരാജയപ്പെട്ടു. സംഭവത്തിന്റെ വീഡിയോ വിവേക് റെക്കോർഡ് ചെയ്ത് അവരുടെ ഹാൻഡിലർക്ക് അയച്ചു കൊടുത്തു. പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ രാജ്വീർ ആയുധം ഒളിപ്പിച്ചു വെച്ച ശേഷം ഏറ്റവും പുതിയ വിവരങ്ങൾ ഷഹനാസ് ഭട്ടിയുമായി പങ്കുവച്ചിരുന്നതായും കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഓരോ സ്ഥലത്ത് വെച്ചും ആക്രമണം നടത്താനുള്ള ഒരു നീക്കമായിരുന്നു ഇവരുടെ പ്ലാനിലുണ്ടായിരുന്നത്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലായിരുന്നു, ഒരു 5 സ്റ്റാർ ഹോട്ടലായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നു. കൂടാതെ മാർക്കറ്റുകളും ഒരേ സമയം തന്നെ 4-5 ഇടത്തൊരു സ്ഫോടനം നടക്കുക അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പൊളിച്ച് അടുക്കിയിരിക്കുന്നത്.